ചൊല്ലിയാൽ ചോദിക്കാറുണ്ട്, 12 വർഷം ദാറുദയിൽ പഠിച്ചു, മമ്പർത്ത് ചോർന്നിട്ട് ഇപ്പോഴും ഈ മൗലവിന്റെ കൂടെ ഇരിക്കുന്നു. നിങ്ങൾക്ക് ഉറപ്പാ നാളെ ഈ സാധു കേരളമായിരിക്കും. ചൊവ്വയിലത്ത് നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. അത് വളരെ സുഖം. എനിക്ക് ഫ്രീ ടിക്കറ്റ് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട്. എന്നോട് ഇങ്ങോട്ട് പോരുമ്പോൾ ചിലർ ഈ പരിപാടിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുകൂടെ വഹാബിയാവും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പറയും. അപ്പം ഞാനത് തമാശക്ക് പറയുകയാണെങ്കിലും വിഷങ്ങൾ കുത്തിവെക്കുന്ന ഒരു പുതിയ കാല പ്രവണത ഉണ്ടായി വരുന്നുണ്ട്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഒരുമിച്ചെന്നാൽ യുക്തിയില്ലാത്തൊരു സമൂഹം. സുന്നി എന്ന് പറയുന്നത് അതിതീവ്രമായിട്ട് കുത്തിവെക്കപ്പെടുന്നു. മുജാഹിദ് എന്ന് പറഞ്ഞാൽ അതിതീവ്രമായി വരുന്നു. ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാകാത്ത കോലത്തിൽ നമ്മൾ വിഘടിച്ചു പോകുന്നു. നാട്ടിങ്ങിനോട് ഒരു തവണ ചോദിച്ചത്, നിങ്ങൾ എന്ത് സുന്നിയൻ? ഏപ്പിക്കാരാണ് സുന്നികൾ. കാരണം ഓല് നൂറുൽ ഹുദ സുന്നി മദ്രസ. ഒരു സുന്നി ഉണ്ടാവും, സമസ്താന മദ്രസയിൽ സുന്നി ഉണ്ടാവില്ല. ഹെഡിങ്ങിൽ നൂറുൽ ഹുദ മദ്രസ ഉണ്ടാവും. അത് നാട്ടിക പറഞ്ഞു. അതാണ് എനിക്ക് 110ന്റെ എല്ലാ വിഭാഗങ്ങളോടും പറയാനുള്ളത്. നാട്ടിക പറഞ്ഞു, ലേബർ റൂമിന്റെ മുന്നിൽ സ്ത്രീകൾക്കൊന്ന് ബ്രാക്കറ്റ് ഇടാറില്ല എന്നാണ്. ആ കണ്ടാ തോന്നണം പ്രസവിക്കാനുള്ള സ്ഥലമാണ്. അവിടെ പിന്നെ സുന്നി എന്ന് വെച്ചിട്ട് എൽസീഡിന്റെ ആവശ്യമില്ല. മുജാഹിദുകളും എൽസീഡും കൊണ്ട് ഇങ്ങനെ അങ്ങാടി തോറും നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾ സുന്നിയാണെന്ന് രേഖപ്പെടുത്തണം. അപ്പൊ ഈബത്ത് പറയുന്നത് സുന്നിയാണോ? നൈമത്ത് പറയുന്നത് സുന്നിയാണോ? നമ്മൾ സ്വയം ഇരുന്ന് ആലോചിക്കൂ. സമുദായത്തിന്റെ വിഘടന സ്വഭാവങ്ങൾക്ക് ശക്തി പകരുന്നവൻ മുജാഹിദാണോ എന്ന് മുജാഹിദുകൾ ഇരുന്നാലോചിക്കും. അല്ല എന്ന് മറുപടി ഉണ്ടെങ്കിൽ വരൂ, മർഹബ, നമുക്ക് ഈ സൊഫിൽ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിൽക്കാം. ഹി സൊഫ്മേ കടേ ഹുവേ മഹ്മൂദോ അയാസ്. രാജാവായ മഹ്മൂദും അടിമയായ അയാസും ഒരുമിച്ച് നിന്ന സൊഫിന്റെ പേരാണ് ദീനുൽ ഇസ്ലാം. ഇവിടെ പിന്നെ പരസ്പര കൊടിയടയാളങ്ങളുടെ നിറവ്യത്യാസത്തിന്റെ പേരിൽ വിഘടിച്ചു നിന്നാൽ പടച്ച റബ്ബ് പുറത്തു തരില്ല എന്ന ആത്മബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം.